കൂടി നമുക്ക് നൂറിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ശ്രീകണ്ഠാപുരത്തിന്റെ പവർ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? നല്ലൊരു കൈയടി പ്ലീസ്. ഹായ് നൂറിൻ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു പോപ്പുലർ ടെക്സ്. അപ്പൊ നമ്മുടെ പോപ്പുലർ ടെക്സിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിക്ക് വേണ്ടിയിട്ടാണ് നൂറിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് സന്തോഷം വീണ്ടും നൂറിനെ കണ്ടതില്. അപ്പം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നൂറിനെ കാണാനായിട്ട് രാവിലെ മുതൽ ഇവിടെ ആളുകള് നൂറിൻ വരിക എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ പറയാനുള്ളത്? എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. ശ്രീകണ്ഠപുരത്ത് എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ലൈക്ക് ഇവിടെ വന്നു, എല്ലാവരെയും കണ്ടു, ഹാപ്പിയാണ്. ഞാൻ തൊട്ട് മുന്നേ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മളൊരാളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വേഗം തന്നെ വരണം, എല്ലാവരെയും കാണണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഈ കയറി വന്നപ്പോൾ ചെണ്ട കൊട്ടണം കണ്ടിട്ട് ഞാൻ ആദ്യം ഫേസ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ നോർമലി നമ്മൾ പോകുന്നിടത്ത് ഉണ്ടാവുന്ന ചേട്ടന്മാരല്ലോ. അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാർ എത്രയോ അടിപൊളിയായി ചെണ്ട കൊണ്ട് നല്ല സൂപ്പറാണ്. അവർക്ക് കൊടുത്തേ മതിയാവുള്ളൂ. ഒത്തിരി നേരമായല്ലോ, ഒരുപാട് നേരമായി. അപ്പോൾ എനിക്ക് വെൽക്കം തന്നാലും ഭയങ്കര താങ്ക് യു സോ മച്ച്. ആൻഡ് പോപ്പുലർ ടെക്സിൻ്റെ ഒരു ഇനാഗുറൽ ഫംഗ്ഷന് എനിക്കും പാർട്ടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ടെക്സ്റ്റൈൽ ഷോറൂംസ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ, ഈ ഫീൽഡ് അടിപൊളിയാവട്ടെ. ആൻഡ് ഇന്നിവിടെ നിങ്ങളെ കാണാനും എനിക്ക് വരാൻ പറ്റുന്നതിനും രണ്ട് റീസൺസ്. ഒന്ന് വിമോഡ ഇവൻറ്റ്സ് ആണ്. ആൻഡ് അവരും ഷാനവാസൊക്കെ ഇവർ രണ്ടും ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അവരോടും താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു അടിപൊളി ഇവന്റിന്റെ ഭാഗമാക്കിയതിന്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനി നൂറിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വാട്ട്സ് യുവർ അപ്കമിംഗ് പ്രോജക്ട്സ്? എനിക്കൊന്ന് എൻ്റെ ഒരു ഒറ്റ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ എനിക്കൊന്ന് 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം ചേരലിലേക്ക് പടങ്ങളായിട്ട് വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്ത പടങ്ങൾ കോവിഡും കുറേ കാര്യങ്ങളുണ്ട്, കുറച്ച് ഡിലേ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇനി റിലീസാവാൻ പോകുന്നത് മരട് എന്ന് പറഞ്ഞ പ്രോജക്റ്റും വെള്ളയപ്പം എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. അപ്പോൾ അത് രണ്ടും ഉടനെ റിലീസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നാലെ 1 by 1 വരുന്നുണ്ട്. റിലീസ് ആയിരിക്കും. അതാണ് ചിലപ്പോൾ OTT ആയിരിക്കും, അല്ലെങ്കിൽ തിയേറ്റർ ആയിരിക്കും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഒന്ന് ഡിലേ ആവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും പോയി കാണണം. ഇഷ്ടപ്പെടുമോ എനിക്കല്ല, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇല്ല എന്താണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ഇമ്പ്രൂവ് ചെയ്യും. അതൊക്കെ തന്നെയാണ്. പിന്നെ ലൈക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും സിനിമയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നൂറിൻ നല്ല കിടിലൻ ഡാൻസറാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് വേണ്ടി 2 ചുവട് വെച്ചതിന് ശേഷം നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ സെറിമണിക്ക് വേണ്ടിയിട്ട് പോവാം. ഞാൻ ഇവിടെ നിന്നിട്ട് കാരണം അവരൊക്കെ അത്രയും ദൂരം നിൽക്കുകയാണ്. സോ ദൂരത്ത് നിൽക്കുന്നതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നൊന്ന് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ്? ഇവരെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വലിയ ഡാൻസ് ഒന്നുമില്ല. അടുത്ത് നിൽക്കുമ്പോൾ അവർ വെയിൽ കൊള്ളും. അപ്പൊ നമുക്ക് അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. ടെക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അസറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ അബ്ദുള്ള ആൻഡ് മിസ്റ്റർ അസർ ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന നൂർ ഷെരീഫിന് നന്ദി പറയുന്നു. കൂടാതെ ഈ പരിപാടിയുമായി സഹകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. നൂറിന്റെ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നോർമലി നമ്മൾ വരയ്ക്കുന്നത് ക്യാൻവാസിലായിരിക്കും വരയ്ക്കുന്നുണ്ടാവും, പേപ്പറിലൊക്കെ ആയിരിക്കും വരയ്ക്കുന്നുണ്ടാവും. പക്ഷെ ഇയാള് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എലയിലാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പേരെന്തായിരുന്നു? മെൽബിൻ. യെസ്, അപ്പൊ മെൽബിൻ എന്ന ഈ ചെറിയ വലിയ കലാകാരനെ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം.